പിറന്നാൾ ദിനത്തിൽ ഇരട്ട മധുരം. ഗോട്ട് വീഡിയോ പുറത്ത്. ഗോട്ട് ക്ലൈമാക്സ് ചിത്രീകരണത്തിന് മുന്നോടിയായി ദളപതി വിജയ് ആരാധകരുമായി സംവദിക്കുന്നു. സൂപ്പർ സ്റ്റാർ മലയാളത്തിൽ സംസാരിക്കുന്നു. വൈറലായ വീഡിയോ കാണുക. ദളപതി കേരളത്തിൽ കാലുകുത്തിയപ്പോൾ മുതൽ നടൻ വിജയ്ക്ക് വൻ വരവേൽപ്പാണ് ലഭിക്കുന്നത്. ഒരു വൈറലായ വീഡിയോയിൽ വിജയ് തന്റെ ആരാധകരെ മലയാളത്തിൽ അഭിസംബോധന ചെയ്യുന്നതായി കണ്ടു. വൈറലായ വീഡിയോ കാണൂ. തിരുവനന്തപുരം ദളപതി എന്നറിയപ്പെടുന്ന ജോസഫ് വിജയ് അടുത്തിടെ നടത്തിയ കേരള സന്ദർശനത്തിലൂടെ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാണ് നടക്കുന്നത്. വിജയ് റൂളിംഗ്, ഹെഡ്സ് ഓഫ് കേരള, വിജയ് സ്റ്റോംസ് കേരള തുടങ്ങിയ എക്സ് അല്ലെങ്കിൽ ട്വിറ്റർ ഹാഷ്ടാഗുകളിൽ ദളപതി ട്രെൻഡുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുതിച്ചുയരുകയാണ്. ലിയോ താരത്തിന് കേരളത്തിലെ ജനങ്ങൾ വൻ വരവേൽപ്പാണ് നൽകിയത്. 14 വർഷങ്ങൾക്ക് ശേഷമാണ് ദളപതി ദൈവത്തിന്റെ സ്വന്തം നാട് സന്ദർശിക്കുന്നത് എന്നതാണ് രസകരമായ കാര്യം. വിജയ് തന്റെ ആരാധകരുമായി സംവദിക്കുന്ന ഒന്നിലധികം വൈറൽ വീഡിയോകൾ ഇന്റർനെറ്റിൽ ഉണ്ടെങ്കിലും ഇന്ന് നേരത്തെ തന്റെ വരാനിരിക്കുന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സ് ചിത്രീകരിക്കുവാൻ പോകുന്നതിന് മുമ്പ് ഗോട്ട് നടൻ ആരാധകരുമായി സംവദിച്ചു. ഗോട്ട് ക്ലൈമാക്സ് ചിത്രീകരണത്തിനിടയിൽ കേരളത്തിലെ ആരാധകരുമായി ദളപതി വിജയ് സംവദിക്കുന്നു. ആരാധകരുടെ കടലുമായി വാക്കുകൾ കൈമാറുന്ന ദളപതിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. വിജയ് ആരാധകരെ അഭിസംബോധന ചെയ്യുന്നതിന്റെ ക്ലിപ്പ് നേരത്തെ വിജയുടെ ഒരു ആരാധക അക്കൗണ്ട് പങ്കുവച്ചിരുന്നു. ഒരിക്കൽ കൂടി മാസ്റ്റർ ബസ്സിന് മുകളിൽ നിന്നുകൊണ്ട് കേരളത്തിൽ ഷൂട്ടിങ്ങിനെ കുറിച്ചുള്ള തന്റെ ആവേശം പങ്കുവച്ചു. മലയാളത്തിൽ സംസാരിച്ച അദ്ദേഹം തന്റെ വലിയ ആരാധകരെ സ്വാഗതം ചെയ്യുകയും അവരെ തന്റെ സഹോദരി സഹോദരന്മാരെന്ന് അഭിസംബോധന ചെയ്യുകയും ചെയ്തു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചതിന്റെ ആവേശം അദ്ദേഹം പങ്കുവച്ചു. തന്റെ ആരാധകർ ഓണം എന്ന മഹത്തായ ഉത്സവം ആഘോഷിക്കുന്നത് കാണുന്നതിനോട് അദ്ദേഹം തന്റെ ആവേശത്തെ താരതമ്യം ചെയ്യുന്നു. അവസാനമായി തന്നെ സന്ദർശിക്കാൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത തന്റെ പിന്തുണക്കാർക്ക് അദ്ദേഹം ഹൃദയംഗമമായ നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു. തമിഴ്നാട്ടിലെ തന്റെ ആരാധകരെ പോലെ അവരും പ്രാധാന്യമുള്ളവരാണെന്ന് അവർക്ക് ഉറപ്പു നൽകുകയും ചെയ്തു. തന്നോട് അളവറ്റ സ്നേഹം ചൊരിഞ്ഞതിന് ആരാധകർക്ക് അദ്ദേഹം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു. കൗതുകകരമെന്ന് പറയട്ടെ, വിജയ് വലിയൊരു ആരാധക വൃന്ദത്തിന് സാക്ഷ്യം വഹിക്കുന്നത് ഇതാദ്യമായിരുന്നില്ല. നേരത്തെ തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ഒരു സീക്വൻസ് ചിത്രീകരണത്തിനിടെ ദളപതി ആരാധകർ അദ്ദേഹത്തിന്റെ ചിത്രീകരണത്തിന് എത്തിയിരുന്നു. തിരികെ കേരളത്തിൽ ഒരു ബസ്സിൽ നിൽക്കുന്ന തന്റെ അനുയായികൾക്കൊപ്പം കുറച്ച് സെൽഫി എടുത്തപ്പോൾ സമാനമായ ഒരു നിമിഷം ഒരിക്കൽ കൂടി ഓർമ്മിക്കപ്പെട്ടു. കൂടാതെ വെങ്കട്ട് പ്രഭുവിന്റെ ചിത്രത്തിൽ ഇരട്ട കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നതെന്ന് കരുതി ദളപതി ക്ലീൻ ഷേവ് ചെയ്തു.